ദക്ഷിണ നാവികസേനയുടെ കൊച്ചി ആസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ യാത്രയിലാണ് സേനയുടെ സുപ്രധാന തന്ത്രങ്ങളും കഴിവുകളും ആയുധശേഷിയും മാധ്യമപ്രവർത്തകർക്കായി സേനാംഗങ്ങൾ പരിചയപ്പെടുത്തിയത്. ഹാർബറിൽ നിന്ന് INS തീർ എന്ന കപ്പലിൽ 35 നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിലാണ് ലോകരാജ്യങ്ങളിലെ നാവികസേനയെ വെല്ലുന്ന തരത്തിലുള്ള സേനാംഗങ്ങളുടെ അഭ്യാസ പ്രകടനം. INS തീർ കൂടാതെ ദക്ഷിണ നാവികസേനയിലെ കേഡറ്റുകൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന INS കൃഷ്ണയും മറ്റു 2 കപ്പലുകളായ INS കൽപ്പനിയും INS കാബ്രയും ചേർന്നാണ് പുറംകടലിലേക്ക് നേരത്തെ ഞങ്ങളോടൊപ്പം യാത്ര തിരിച്ചത്. 138ഓളം വരുന്ന കേഡറ്റുകളും ഓഫീസർമാരും ചേർന്നാണ് അഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നേവിയുടെ ചേതക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന്റെ ഉദാഹരണമായിരുന്നു ആദ്യം. കടലിലകപ്പെട്ടവരെ നേവി സംഘം ഹെലികോപ്റ്ററുകളിലെത്തി രക്ഷപ്പെടുത്തുന്ന രംഗം അത്യധികം ആകാംക്ഷയോടെയാണ് ഓരോരുത്തരും കണ്ടുനിന്നത്. പിന്നീട് VBSS എന്ന ബന്ദികളെ മോചിപ്പിക്കാനുള്ള വിസിറ്റ് ബോട്ട് സെർച്ച് ആൻഡ് സീസ് ഓപ്പറേഷൻ സേനാംഗങ്ങൾ കാഴ്ചവെച്ചു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ സുപ്രധാനമായ VBSS ഓപ്പറേഷന് ശേഷം സേനയുടെ മറ്റൊരു സുപ്രധാനമായ ഓപ്പറേഷനാണ് RAS ഓപ്പറേഷൻ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ആളെയും വസ്തുവിനെയും കൈമാറാനുള്ള റെപ്ലനിഷ്മെന്റ് അറ്റ് സീ എന്ന ഓപ്പറേഷൻ സേനയുടെ പക്കലുള്ള അത്യാധുനിക സംവിധാനങ്ങളുടെ ഉദാഹരണം കൂടിയായിരുന്നു. കടൽ കൊള്ളക്കാരുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഇതിനെ നേരിടാൻ കേഡറ്റുകൾക്ക് ഫോർട്ട് കൊച്ചിയിലുള്ള കൺട്രി സ്കൂളായ INS ദ്രോണാചാര്യയിൽ പ്രത്യേകം പരിശീലനം നൽകുന്നതായി കപ്പലിന്റെ ക്യാപ്റ്റൻ അജയ് സിറോഹി പറഞ്ഞു. അവസാന ഘട്ടത്തിൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് എന്നറിയപ്പെടുന്ന INS കൽപ്പനിയും INS കാബ്രയും ചേർന്ന് INS തീറിന്റെ സമീപവശങ്ങളിൽ വേഗത്തിൽ വട്ടം തിരിഞ്ഞത് യാത്രക്കാർക്ക് കാഴ്ചയുടെ മറ്റൊരു വിസ്മയമായി. ഇന്ത്യൻ കടൽ തീരങ്ങൾ ഇടച്ചിമാത്ത ജാഗ്രതയോടെ സംരക്ഷിക്കുകയാണ് ഇന്ത്യൻ നേവിയുടെ ചുമതല. എന്നാൽ അത്യാധുനിക സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ നേവിയുടെ തന്നെ നെടുന്തൂണായി മാറിക്കഴിഞ്ഞു ദക്ഷിണ നേവൽ കമാൻഡ്. ക്യാമറമാൻ മുരളിയോടൊപ്പം മിഥുൻ സുരേന്ദ്രൻ, ഇന്ത്യ വിഷൻ, കൊച്ചി.